ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗ്രീൻ പീസ് എഗ് മസാല തയ്യാറാക്കിയാലോ? റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അങ്ങനെ ഞാൻ ഗ്രീൻ പീസൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. സവാളയും പച്ചമുളക്, 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക്. നമുക്കിനി റെസിപ്പി കാണാം. പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും ഒന്ന്. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഈ ഒരു സവാളയും മുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊത്തത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഏത് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ ഈ പാചക വീഡിയോസാണോ, എൻ്റെ ബിസിനസ് വീഡിയോസാണോ, എൻ്റെ ഉണ്ണിക്കുട്ടന് സംബന്ധമായ വീഡിയോസാണോ കൂടുതൽ ഇഷ്ടം, ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതിനെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് വീഡിയോ കാണാനാണെന്ന്. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം. അതിലൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാല ഇടാം. അതായത് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഇത്രയും ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതങ്ങോട്ട് ഇടാം നമുക്ക്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് മസാലയെല്ലാം ഉള്ളിയിലോട്ട് നന്നായിട്ട് വരട്ടെ. ഈ മുളകിൻ്റെയും മസാലയുടെ ഒരു പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. കൂടുതൽ കരിഞ്ഞു പോവല്ലേ. നമുക്കിത് മുട്ട ഇടേണ്ടത് നോക്കാം. അങ്ങനെ ഞാൻ മുട്ടയെല്ലാം അടിച്ച് പതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കുറച്ച് ഉപ്പ് ചേർക്കണമായിരുന്നു, ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി നമുക്കിതൊന്ന് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സൂപ്പർ റെസിപ്പിയാണ്. നമുക്ക് ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാം. ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഒരു കട്ടൻ്റെ കൂടെയോ ഒരു ചായയുടെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള സംഭവമാണ്. ഇത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. മുട്ടയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ് കൂടെ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് ഒന്ന് ഇത്ര നന്നായിട്ട് വെന്ത് ഉടയാൻ പാടില്ല. ഈ ഒരു ടൈപ്പിൽ ഇരിക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ആവശ്യത്തിന് നമുക്കിടാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാമേ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.